ഇച്ചിരി കുമ്പിളപ്പം ഉണ്ടാക്കാം. സാധാരണ ചക്കയുള്ളപ്പോഴൊക്കെയാണ് കുമ്പിളപ്പം. ഇപ്പോൾ ചക്കയ്ക്ക് വരഞ്ഞ പഴമാണ് എടുത്തിരിക്കുന്നത്. പാളാന്തരം പഴം, ഗോതമ്പൊടി, കുറച്ച് ഗോതമ്പൊടി. ഞങ്ങൾക്ക് 4 മണിക്കത്തെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. കുറച്ച് ഗോതമ്പൊടി, കുറച്ച് തേങ്ങ തിരികിയത്, പിന്നെ ശർക്കര, കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ടിരുന്നു, പിന്നെ നെയ്യ് ഒഴിച്ചു. എല്ലാം കൂടെ നല്ലവണ്ണം വേണ്ട മിക്സ് ചെയ്ത് വേണ്ട കുമ്പളപ്പത്തിൻ്റെ ഒരു പരുവമാക്കി വെച്ച് എടുത്തു. ഇനി നമുക്ക് ഭക്ഷണയിലൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു. പക്ഷെ ഞാൻ ഭക്ഷണയില ഇങ്ങനെ ഈർക്കിൽ കുത്തുന്നില്ല, കാരണം ഇങ്ങനെ അങ്ങ് വെച്ച് ഇത് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇങ്ങനെ അങ്ങ് ഓരോന്നും വേണ്ട അപ്പച്ചെമ്പിനകത്ത് ആവി വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് വയ്ക്കും. അടുത്ത് നമുക്ക് ഓരോന്നും ഇച്ചിരി ഇതിൽ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ, നല്ല ടേസ്റ്റാണ്. അതിനാണ് ഞാൻ ഇടയ്ക്ക് ഗോതമ്പൊടി ആയതുകൊണ്ടാണ് ഈ നിറം. ഗോതമ്പൊടി ആയതുകൊണ്ട് ശർക്കരയൊക്കെ ഒഴിച്ചപ്പോഴത്തേനും ഒരു ശകലം വെള്ളം മാത്രമേ പിന്നെ ഒഴിക്കേണ്ടി വന്നുള്ളൂ, ഒരുപാട് വെള്ളം എടുക്കേണ്ടി വന്നില്ല. അപ്പച്ചെമ്പിനകത്തെല്ലാം എടുത്തു വെച്ചു. ഇതിന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വേവ്. ഇപ്പം നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ കുമ്പിളപ്പം റെഡിയായി. ഇനി നമുക്ക് ചായക്കൊപ്പം കഴിക്കാം.